പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദാസൻ ഒരവസരം കൂടി തന്ന എൻ്റെ പൊന്നു കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഇന്ന് കേൾക്കുന്ന വചനം, ജനം ദൈവത്തെ ആരാധിക്കാതിരിക്കാനുള്ള സാത്താൻ്റെ തന്ത്രങ്ങൾ. കുടുംബമായി കർത്താവിനെ ആരാധിക്കുന്നത് സാത്താൻ ഇഷ്ടമല്ല. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ 10-11 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും വിട്ടയച്ചാൽ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, നോക്കിൻ ദോഷമാകുന്നു. 9-ാം വാക്യത്തിൽ പറയുന്നു, ഫറവോൻ പറയുകയാണ്, കുഞ്ഞുങ്ങളെയും പുത്രിമാരെയും യുവജനങ്ങളെയും വൃദ്ധന്മാരെയും പുത്രന്മാരും എല്ലാവരും കൂടെ പോകുന്നതിൽ ഫറവോന് ഇഷ്ടമല്ല. 11-ാം വാക്യത്തിൽ ദോഷമാകുന്നു നിങ്ങൾ അന്തരം. അങ്ങനെയല്ല, നിങ്ങൾ പുരുഷന്മാർ പോയി യഹോവയെ ആരാധിച്ചു കൊള്ളുവീനെന്ന് പറയുകയാണ്. കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മൾക്ക് പ്രത്യേകമായിട്ട് അറിവുണ്ടാകണം. സാത്താൻ ഒരിക്കലും ഭാര്യയും ഭർത്താവും കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്ന ഇഷ്ടമല്ല. കുടുംബജീവിതം എന്താണ്? കുടുംബജീവിതം എന്നത് മാതാപിതാക്കളെ വിട്ടുപിരിഞ്ഞ് ഭാര്യയും ഭർത്താവും ഒരു ശരീരമായി തീരുക എന്നതാണ്. രണ്ടു പേർക്കും കുടുംബജീവിതത്തിൽ തുല്യ അവകാശങ്ങളും ഉത്തരവാദിത്വവുമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാമല്ലോ. രണ്ടുപേരും എന്ത് ചെയ്താലും നിഷ്കളങ്കതയോടെ ഒന്നിച്ചു നിന്ന് ദൈവകൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ സഭയിൽ പോകുന്നതും സന്ധ്യാപ്രാർത്ഥന നടത്തുന്നതും രാവിലത്തെ പ്രാർത്ഥന എന്ന അങ്ങനെ എന്ത് തീരുമാനം എടുത്താലും രണ്ടുപേരും ഐക്യമത്യപ്പെട്ട് നിൽക്കുന്ന കുടുംബമാണ് അനുഗ്രഹിക്കുന്നതെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടുപേരും ഐക്യമത്യപ്പെട്ട് നിൽക്കുന്ന കുടുംബത്തിൽ ലോകത്തിൻ്റെ സാത്താന് അധികാരമില്ലല്ലോ. ഒന്നിച്ച് കൂട്ടായ്മയ്ക്ക് പോകുവാൻ സാത്താൻ സമ്മതിക്കത്തില്ല. ഉൽപ്പത്തി പുസ്തകം 2:18 മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാനവന് തക്കതായ തുണയെ കൊടുക്കും. കുടുംബജീവിതത്തിൽ മാനസിക പൊരുത്തം ഇല്ല എന്ന് സാത്താൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ നാശം ഉണ്ടാകും പ്രിയരെ. അതുപോലെ ഒരാൾ നഷ്ടപ്പെടുവാൻ വരെ ലോകത്തിൻ്റെ സാത്താൻ അവൻ്റെ കഴിവുകൾ ഉപയോഗിക്കുമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തിയതാണ്. വിവാഹത്തിന് മുമ്പ് ഒരു തുണയെ തിരഞ്ഞെടുക്കുന്നത് തന്നെ പ്രാർത്ഥിച്ചും ആലോചിച്ചും വേണമല്ലോ. പുറമേയുള്ള സൗന്ദര്യവും സമ്പത്തും ജോലിയും ഒന്നുമല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്. ആത്മീയ പൊരുത്തമുള്ളവരാണെങ്കിൽ മാത്രമേ ഐക്യത ഉണ്ടാകുകയുള്ളൂ എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ ജാതീയ നാൾ പൊരുത്തമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അഭിപ്രായത്തിലും ഉപദേശത്തിലും പ്രവൃത്തിയിലും എല്ലാം യോജിപ്പുള്ളവരായിരിക്കണം ആത്മീയ പൊരുത്തമുള്ളവർ എന്ന് അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. റോമർ 7:2 ഇങ്ങനെ വായിക്കുന്നു: വിവാഹിതയായ സ്ത്രീ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവനോട് നിയമത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം സഭയെക്കുറിച്ച് കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്. സഭയെക്കുറിച്ച് എന്താണ് പറയുന്നത്? സ്നാനപ്പെടുന്നതിന് മുൻപ് പിൻപറ്റിയ മതമോ മതത്തിൻ്റെ നിയമമോ എല്ലാം കർത്താവിൽ വിശ്വസിക്കുന്ന സമയം തന്നെ മരിച്ചതായി തീരുകയാണ്. പിന്നെയുള്ള കാലം ക്രിസ്തുവിനെ അനുഗമിച്ച് സ്വർഗരാജ്യത്തിൽ എത്തുക എന്നതാണ്
ഓരോ വിശ്വാസിയുടെയും ലക്ഷ്യം. സ്നാനപ്പെട്ട ശേഷം നേരത്തെ പിൻപറ്റിയ അധികാരത്തിന് കീഴിലല്ല എന്ന ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇവിടെ അതുപോലെ തന്നെയാണ് വിവാഹിതയായ സ്ത്രീയും പുരുഷനും ജീവിതകാലം മുഴുവനും ദൈവത്താൽ ബന്ധിക്കപ്പെട്ട കുടുംബജീവിതമാണ്. സഹിച്ചും ക്ഷമിച്ചും നല്ലൊരു തലമുറയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം കുടുംബജീവിതമെന്ന് പറയുന്നത്. കുടുംബജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകാൻ രണ്ടുപേരുടെ അഭിപ്രായം ഒന്നായി തീരുവാൻ ആഗ്രഹിക്കുക. കഴിയുമെങ്കിൽ സന്ധ്യാപ്രാർത്ഥന, ഭാര്യയും ഭർത്താവും കൈകോർത്ത് പിടിച്ച് കുട്ടികളുമൊത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ജീവിതത്തിലെല്ലാം തികഞ്ഞ ഒരു കുടുംബജീവിതം എല്ലാവർക്കും ലഭിക്കണമെന്നില്ല പ്രിയരെ. എന്നാൽ നമ്മൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ ദൈവം നമ്മുടെ കുറവുകൾ കണ്ടുപിടിച്ച് തകർക്കാൻ നമ്മുടെ വീട്ടുവാതിൽക്കൽ കിടക്കുന്നുവെന്ന് മറന്നു പോകരുത്. ആ പിശാചിനെ പരാജയപ്പെടുത്തുവാൻ സകലതും ക്ഷമിച്ച് കൈ കോർത്ത് പിടിച്ച് എന്നും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഭവനത്തിന് എപ്പോഴും ഒരു അനുഗ്രഹമായിരിക്കും. അതുപോലെ 6 ദിവസം നടത്തിയ ദൈവത്തെ ഓർക്കുവാൻ, നന്ദി പറയുവാൻ കഴിയുമെങ്കിൽ കുടുംബത്തോടെ ദൈവസഭയിൽ പോകുവാൻ ആഗ്രഹിക്കുകയും വേണമല്ലോ. മത്തായി സുവിശേഷം 18:19 ഇങ്ങനെ പറയുന്നു, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ കർത്താവിൽ നിന്ന് അത് ലഭിക്കും എന്നാണ് വചനം പറയുന്നത്. കുടുംബജീവിതത്തിൽ ഒരാളെ എപ്പോഴും പിശാചെടുത്ത് ഉപയോഗിച്ച് നന്മ തടയുന്നതിന് കാരണമായി തീരാറുണ്ട്. പല കുടുംബങ്ങളിലും ഒരു ജീവിത പങ്കാളിയെ പിശാചെടുത്ത് ഉപയോഗിച്ച് കുടുംബത്തിലെ കലഹമുണ്ടാക്കി നന്മ തടയുന്നതാണ് കാണുന്നത്. വിവാഹം കഴിക്കാൻ പോകുന്ന യൗവനക്കാരോട് വിവാഹം കഴിക്കുന്നതെല്ലാം നല്ലതുപോലെ ആലോചിച്ച് മാതാപിതാക്കളുടെ അഭിപ്രായം കണ്ട് തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ഒരു വ്യക്തിയുടെ ജീവിതം അനുഗ്രഹം തുടങ്ങുന്നതും ഒരുമയില്ലെങ്കിൽ നാശം തുടങ്ങുന്നതും കുടുംബജീവിതത്തിൽ കൂടിയാണെന്ന് യൗവനക്കാരെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. 1 കൊരിന്ത്യർ 7:5 പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ വേർവിട്ടിരിക്കരുത്. വിവാഹം കഴിഞ്ഞ് അഭിപ്രായത്തിലും തീരുമാനമെടുക്കുന്നതിലും എല്ലാം ഐക്യതയുണ്ടാകുവാൻ ശ്രമിക്കണമേ എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തിയതാണ്. ആത്മീയ പൊരുത്തമുണ്ടാകുവാൻ എന്താണ് നമ്മൾ ചെയ്യുക? പരസ്പരം ദൈവത്തെ ഭയപ്പെടുക. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മളെ ഭരിക്കുന്ന സർക്കാർ ചെയ്യുന്നത് എല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണോ മിണ്ടാതിരിക്കുന്നത്? അല്ല. നിയമവിരുദ്ധമായി നമ്മൾ പ്രവർത്തിച്ചാൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന ഭയമാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത്. അതുപോലെ വചനവിരുദ്ധമായി നമ്മൾ പ്രവർത്തിച്ചാൽ സാത്താന് നമ്മുടെ ചില അധികാരം നമ്മുടെ മേൽ എടുക്കുവാൻ കഴിയുമെന്ന് ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ അഥവാ നമ്മുടെ തലമുറയുടെ അനുഗ്രഹത്തെ ഓർത്ത്, കുടുംബത്തിൻ്റെ നന്മയെ ഓർത്ത് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ എല്ലാം സഹിക്കണം, എല്ലാം പൊറുക്കണം കുടുംബജീവിതത്തിൽ. ഇന്നു മുതൽ നല്ലൊരു തീരുമാനങ്ങളിൽ തുടങ്ങട്ടെ കുടുംബജീവിതം. സന്ധ്യാപ്രാർത്ഥന, കൈകൾ കോർത്ത് പിടിച്ച് കഴിയുമെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക. മലാക്കിയുടെ പുസ്തകം 2:15 പറയുന്നു, ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ച് ദൈവഭക്തരായ സന്തതികളെ ആഗ്രഹിക്കണമെന്നാണ്. യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കരുത് എന്നാണ് വചനം മലാക്കി പുസ്തകത്തിൽ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അനുഗ്രഹിക്കപ്പെട്ട തലമുറ നമ്മൾ ആഗ്രഹിക്കണം. ആ തലമുറയെ ഓർത്ത് കുടുംബജീവിതത്തിൽ സകലതും ക്ഷമിക്കണം, സഹിക്കണമെന്ന് കർത്താവ് നമ്മളെ ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു. കുടുംബജീവിതത്തിൽ സന്തതി പെരുകണം എന്നാണ് വചനം പറയുന്നത്, ഓർമ്മിപ്പിക്കുന്നതും.
ദൈവഭക്തിയാലുള്ള തലമുറ ഈ ഭൂമിയിൽ പെരുകട്ടെ എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അതിപ്രധാനമാണ് തലമുറ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, ഭർത്താവ്, ഭാര്യ, മാതാപിതാക്കൾ, മക്കൾ, ബന്ധങ്ങൾ ഭൂമിയിലൊരു അടിസ്ഥാനമാണ്. ഇങ്ങനെയുള്ള അടിസ്ഥാനമുള്ള കുടുംബങ്ങൾ സ്നാനപ്പെട്ട് ഒന്നുചേരുന്നതാണ് സഭയെന്ന് നമ്മൾ മറന്നു പോകരുത്. ഇങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ, അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ ഒന്നിച്ചു ചേരുന്നതാണ്. അവർ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ദൈവസഭയെന്ന് ഓർമ്മപ്പെടുത്തിയതാണ്, നിൻ്റെ ഭാര്യ നിൻ്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കുമെന്നാണ്. മുന്തിരിച്ചെടി ഇല്ലാതെ ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാത്തതുപോലെ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ നിൽക്കുന്ന കുടുംബങ്ങൾക്ക് മാത്രമേ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുള്ളൂ. ആത്മീയമായും ഒരുമയുള്ള കുടുംബം ജീവിതവും ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയാണെന്ന് വചനം നമ്മളെപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥിക്കുന്ന പരിജ്ഞാനമുള്ള ഭാര്യ കുടുംബത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഒരു യഹോഭക്തൻ എന്ന് പറയുന്നത് എപ്പോഴും അധ്വാനിക്കുന്നവനായിരിക്കും. അവൻ്റെ ഭാര്യ ദൈവത്തിന് കീഴടങ്ങി, ഭർത്താവിന് കീഴടങ്ങി അനുസരിക്കുന്ന മുന്തിരിവള്ളി ആയിരിക്കും എന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ചില കുടുംബങ്ങളിൽ മത്തങ്ങാവള്ളി പോലെ ഇവിടെ നടും, അപ്പുറത്ത് വീട്ടിൽ കായ്ക്കുന്നത് മത്തയുടെ ഒരു സ്വഭാവമാണ്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഒരു ഗതി ഉണ്ടാകില്ലെന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. പരിജ്ഞാനമുള്ള സ്ത്രീ പുരുഷന്മാർ ഉള്ളവരുടെ തലമുറ ഒരു അനുഗ്രഹമായിരിക്കും പ്രിയരെ. പരിജ്ഞാനമുള്ള സ്ത്രീ പുരുഷന്മാരിലുണ്ടാകുന്ന തലമുറ എന്നും ഒരു അനുഗ്രഹമായിരിക്കും. സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. സാത്താൻ്റെ തന്ത്രങ്ങൾ പലതാണ്. അതിൽ കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്നത് സാത്താൻ ഇഷ്ടമല്ല എന്ന് ചുരുക്കമായി ഓർമ്മപ്പെടുത്തിയതാണ്. രണ്ടാമത്തെ കാര്യമാണ് പുറപ്പാട് പുസ്തകം 8:28. യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം, അതിദൂരത്ത് മാത്രം പോകരുത്. വചനപ്രകാരം ജീവിച്ചാലേ സാത്താന് പ്രശ്നമുണ്ടാകുകയുള്ളൂ. എന്നാൽ യേശു പറഞ്ഞു, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതുമല്ലോ. അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് വചനപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കണം. വചനപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിച്ചാൽ കഷ്ടതയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും പ്രിയരെ. എന്നാൽ സാത്താൻ പറയുന്നു, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, ഈ വണ്ടിക്കൂലിയും മുടക്കി എന്തിനാ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? കർത്താവ് പറഞ്ഞു, നിൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാനാണ് കർത്താവ് പറഞ്ഞത്. സാത്താൻ പറയുന്നു, ഒരു കഷ്ടപ്പാടുമില്ലാതെ ഞാൻ ഇതെല്ലാം തരാമെന്നാണ് സാത്താൻ പറയുന്നത്. അതായത് നിൻ്റെ പഴയ സ്വഭാവമൊന്നും മാറ്റണ്ട, പഴയ സ്വഭാവത്തിൽ നിന്ന് വിട്ടുപോകാതെ നിന്നാൽ ഈ ലോകത്തിലുള്ള എല്ലാ നന്മയും തരാമെന്ന് എപ്പോഴും സാത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. മൂന്നാമത്തെ കാര്യമാണ് പുറപ്പാട് പുസ്തകം 8:25 പറയുന്നത്. എന്താ പറയുന്നത്? നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പീൻ. അടുത്ത സാത്താൻ്റെ തന്ത്രമാണ് പറയുന്നത്, നിൽക്കുന്നിടത്ത് നിന്നാൽ പോരെ. എന്നാൽ ദൈവം അബ്രഹാമിനോട് എന്താ പറഞ്ഞത്? നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പൃഥുഭവനത്തെയും വിട്ടുപുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഉൽപ്പത്തി പുസ്തകം 12:1 അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് സ്വന്തം ദേശത്തെ വിട്ട് പുറപ്പെടണമെന്നാണ്. സാത്താൻ എന്താണ് പറഞ്ഞത്? നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തെ
ആരാധിപ്പിൻ. നിങ്ങൾ പോകണ്ട, നിങ്ങൾ നിൽക്കുന്ന ദേശത്ത് തന്നെ ദൈവത്തെ ആരാധിക്കുവാനാണ് സാത്താൻ പറയുന്നത്. ദേശം വിട്ട് പാരമ്പര്യം വിട്ട് ഒന്നും പോകണ്ട എന്നാണ്. എവിടെ ഇരുന്നാലും പ്രാർത്ഥനയല്ല ഒന്നാണെന്നാണ് സാത്താൻ വാദിക്കുന്നത്. അടുത്തത് സാത്താൻ്റെ തന്ത്രമാണ്. പുറപ്പാട് പുസ്തകം 10:24 നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പീൻ, നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ സാത്താൻ്റെ അടുത്ത തന്ത്രമാണ് ആത്മീയ കാര്യങ്ങൾക്ക് കൊടുക്കുന്നത് സാത്താൻ ഒട്ടും ഇഷ്ടമല്ല. എന്നാൽ കർത്താവ് എന്താണ് പറഞ്ഞത്? എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതികളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? അപ്പോൾ ദൈവനാമത്തിന് നൽകുമെങ്കിൽ ദൈവം ആകാശത്തിൻ്റെ കിളിവാതികളെ തുറന്ന് അനുഗ്രഹിക്കാം, അല്ല അനുഗ്രഹം പകരുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ ആത്മാർത്ഥത എത്രയുണ്ടെന്നാണ് കർത്താവ് ഇവിടെ നോക്കുകയാണ്. ആ വിധവയായ സ്ത്രീ ആ 2 വെള്ളിക്കാശിടുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹം, ആത്മാർത്ഥത അവിടെ കാണുന്നത് പോലെ സന്തോഷത്തോടെ കൊടുക്കുന്നതിന് പ്രതിഫലം ലഭിക്കുമെന്ന് കർത്താവ് വ്യക്തമായി പറയുന്നുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 10:42 പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വീകരിച്ച് ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതെ വരികയില്ലെന്ന് വ്യക്തമായിട്ട് കർത്താവ് അറിയിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞിരിക്കുന്നു, സുവിശേഷ വേലയ്ക്ക് കൊടുക്കണം, അത് കൊടുക്കണമെന്നാണ്. കൊടുക്കാതിരിക്കുവാൻ സാത്താൻ്റെ തന്ത്രം നമ്മുടെ ഉള്ളിൽ പലപ്പോഴും കൊണ്ടുവരും പ്രിയരെ. അടുത്ത സാത്താൻ്റെ തന്ത്രമാണ് എന്താണ്? പുറപ്പാട് പുസ്തകം 12:31-32 അവൻ മോശയെയും അഹരോനെയും രാത്രി വിളിപ്പിച്ചു, നിങ്ങൾ ഇസ്രയേൽ മക്കളുമായി എഴുന്നേറ്റ് എൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ പോയി യഹോവയെ ആരാധിപ്പിൻ. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോയിക്കൊള്ളുവിൻ, എന്നെയും അനുഗ്രഹിപ്പിൻ എന്ന് പറയുകയാണ്. അവസാനം സാത്താൻ സമ്മതിച്ചു, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കർത്താവിനെ ആരാധിക്കാൻ കുടുംബമായി ആടുമാടുകളെ എല്ലാം കൊണ്ടുപോകുവീൻ. എന്നാൽ എന്താ പറയുക, കുട്ടികളെയും സ്ത്രീകളെയും കുട്ടികളെയും നിങ്ങളുടെ സമ്പത്തായ ആടുമാടുകളെയും ദൈവത്തിൻ്റെ ശുശ്രൂഷിക്കേണ്ടതായ എല്ലാം കൊണ്ടുപോയിക്കൊള്ളുവീൻ എന്ന് സാത്താൻ സമ്മതിച്ചു. എന്നാൽ അതിൻ്റെ പുറകിൽ എന്താണ് സാത്താൻ്റെ പദ്ധതി? പുറപ്പാട് പുസ്തകം 14:9 വായിക്കുമ്പോൾ, എന്നാൽ ഇസ്രായേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടിരുന്നു. ഫറവോൻ്റെ എല്ലാ കുതിരയും രഥവും കുതിരപ്പടയും സൈന്യവുമായി മിസ്രൈമ്യർ അവരെ പിന്തുടർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ വ്യക്തമായി മനസ്സിലാക്കുക, പരിപൂർണമായി പോയിക്കൊള്ളുവാൻ പറഞ്ഞ സാത്താൻ അവരുടെ ജീവിതയാത്രയിൽ അവരെ തകർക്കുവാൻ സാത്താൻ കൂടെ പോരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വചനത്തിൽ കൂടി മിസ്രൈമിൽ നിന്ന് പോകുവാൻ അനുവദിച്ച സാത്താൻ മണിക്കൂറുകൾക്കകം ദൈവമക്കളുടെ പിന്നാലെ പാഞ്ഞു ചെല്ലുവാൻ തീരുമാനം എടുക്കുന്നതായി നമ്മൾ കാണുകയാണ്. എപ്പോഴും ദൈവമക്കളുടെ പിറകെ പിന്തുടരുന്ന സാത്താൻ്റെ ആ തന്ത്രങ്ങളെ, ആ ദുഷ്ടശക്തിയെ നമ്മൾ അറിയുന്നവരായിരിക്കണം. എപ്പോഴും നമ്മൾ സാത്താനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകണം. ഒരിക്കലും അവൻ നമ്മളെ മനസ്സോടെ വിടാതെ എപ്പോഴും അവൻ്റെ ഇഷ്ടം നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ അവൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോവുക എന്ന ലക്ഷ്യമാണ്. അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയണം. 2 തീമോഥെയോസ് 4:7 പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് തരുമെന്നാണ്. ഓട്ടക്കളത്തിൽ വിശ്വസ്തയോടെ ഓടുക, പരീക്ഷയിൽ അകപ്പെടാതെ വിശ്വാസത്തോടെ നല്ല ഓട്ടമോടി ദൈവരാജ്യത്തിലെത്തുക. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.